നമ്മൾ 23 നിൽക്കണു. അതാ ബ്ലാക്കാ. പക്ഷേ ബ്ലാക്ക് കളിക്കണ ഇഷ്ടമല്ല. എന്താ പറയുക, ഇങ്ങനെ കോപ്പി അടിച്ച് പോയാൽ മതി. ഫസ്റ്റ് തന്നെ കീനിനെ ഇറക്കിയാണ് ജന്തു. പിന്നെ എന്താ പ്ലാൻ ചെയ്യുന്നത്? സ്മോദർ ചെക്ക് ഫീറ്റിനാക്കാം കേട്ടോ. ഒരു ചെക്ക് മേറ്റിനാണ് ആദ്യം തന്നെ താടിയാണ്. ഇതിനെ കളയണം. അങ്ങനെ ഇതുണ്ടോ, ഇതിങ്ങനെ വന്നിട്ട് കുറച്ച് ടൈം എടുക്കും. ഏറെ ഭയങ്കര പണി. എന്താ കാർട്ടൂൺ ഇപ്പോൾ ഭയങ്കര അഡ്വാൻസിങ് ആണല്ലോ. ക്യാൻസൽ ചെയ്യണം. ഈ സാധനങ്ങളൊന്നും ഇറങ്ങിയിട്ടില്ല. ഇതിനെ കൊണ്ടല്ലോ നമുക്കിതിന് വേണമെങ്കിൽ ടേക്ക് ചെയ്യാം. പക്ഷെ നമ്മളപ്പോൾ കിങ്ങിനെ കൊണ്ട് ടേക്ക് ചെയ്യാം. അങ്ങനെ എന്തിനാ വെച്ചാൽ ഫസ്റ്റ് തന്നെ കിങ്ങിനെ കൊണ്ടിട്ട് ഇവിടേക്ക് എടുത്തുക. ഇതിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാവുകൊണ്ട് കിങ്ങിനെ ടേക്ക് ചെയ്യാൻ പറ്റില്ല. ഇതായിരുന്നു എൻ്റെ പ്ലാന്. ബിഗിനർമാരൊക്കെ ആണെങ്കിൽ ഞാനൊക്കെ എത്ര ടൈമിന് തോൽവിയിൽ നിന്ന് പഠിച്ചു. ഇപ്പോൾ ഭയങ്കര ഒരു കഷ്ടമാണ് ചങ്ങായി. ക്യാൻസൽ ചെയ്യുമ്പോൾ എളുപ്പം നടക്കുക. ഞാൻ എൻ്റെ പരിപാടി നടക്കില്ല. ഇത് ഓപ്പൺ ചെയ്തേക്കണം. ഇപ്പം ഈ അറ്റാക്കിനായിട്ട് വരികയാണ്. പോയി ഇതാക്കുക. ഫ്രീ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. എൻ്റെ ഇതുകളൊന്നും ഇറങ്ങിയിട്ടേ അല്ല കേട്ടോ. ഇവനെ അറ്റാക്ക് ചെയ്യാം. എന്തിനങ്ങോട്ട് മൂവ് ചെയ്യാൻ സാധ്യത ഇല്ല. കാരണം നൈറ്റ് പൊട്ടൻ ബ്ലണ്ടർ ചെയ്തോ അല്ല എന്തൊരില്ല. ഷടാ അതെടുക്കാൻ പറ്റൂല. ഈ ബിഷപ്പ് ഉണ്ടായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ലക്കടിച്ചു വിചാരിച്ചു. ഭയങ്കര ഇതാണ്. ചെക്ക് മേറ്റ് നല്ല ത്രിട്ടം ചെയ്യണ്ട കേട്ടോ. അവിടെ ഒരു കാര്യം എളുപ്പം ചെയ്യാൻ പറ്റുക. ഈ സാധനത്തിന് ഇവിടെ നിന്ന് കളയണം. ഈ ചെങ്ങായ വല്ലാത്തൊരു സാധനമാണല്ലോ. ഇപ്പം എന്തിനടുത്തല്ലേ, നൈറ്റിൻ്റെ അടുത്തൂലേ. ഇപ്പം ഞാൻ ഇതുകൊണ്ട് എടുത്താലോ അവൻ എന്താ കിട്ടുക? ഇതുകൊണ്ട് എടുത്താൽ
ഉനക്ക് നല്ല മോളുണ്ടോ? അറിയില്ല, തോന്നെ ചിന്തിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇതിനെങ്ങനെയെങ്കിലും താഴ്ത്തണം. മനസ്സിലാവില്ല. ഒന്നും നോക്കാമല്ലോ, ട്രേഡ് ചെയ്യാം. ബിഷപ്പുകളൊന്നും വേണ്ട എനിക്ക്. എനിക്കൊന്നും അറ്റാക്ക് ചെയ്യണമല്ലോ ഇത്. എന്താ വെച്ചത്, ഈ സാധനങ്ങളൊന്നും ഇളക്കിയിട്ടേ അല്ല. കണ്ടോ, ഒന്നും ഇളക്കിയിട്ടില്ല. പുഷ് ചെയ്യാലോ, അടച്ചാലോ? പുഷ് ചെയ്യാം. പ്രൊട്ടക്ഷൻ കൊണ്ടുവരണം ആദ്യം. എന്ത് ചെയ്യും എൻ്റെ ഇതിനെന്നാ ഒഴിവാക്കണമല്ലോ ഇവിടുന്ന്. വല്ലാത്തൊരു വേന. നല്ല പ്ലെയർ കേട്ടോ. ഈലൊക്കെ നമ്മളെ കട്ടി കുറവാണെങ്കിലും നല്ല കളി അറിയാം. ഒന്നുമില്ല, അഡ്വാൻസ് ചെയ്യാം. ഫോണോട് അഡ്വാൻസ് ചെയ്യാം, നടക്കുക. ഇതിനൊന്നും എങ്ങനെ ഒഴിവാക്കുക? ഒരു ട്രേഡ് ചെയ്താലോ? ഇപ്പോൾ പീസുകൾ ഈക്വലാണ്. പ്രൊട്ടക്ഷൻ ഇല്ലാത്ത ഈ സാധനത്തിന് തീരെ പ്രൊട്ടക്ഷൻ ഇല്ല. പക്ഷെ അതെങ്ങനെ എടുക്കും എന്നാണ് സംശയം. വളരെ മോശമായി. നമ്മൾ നൈറ്റിൻ്റെ തന്നെ ഫുള്ള് ഇങ്ങോട്ട് ഓടിച്ചോ. നീ ഫോണിഞ്ഞെടുക്കണം. ഇത് പുഷ് ചെയ്യാം. പക്ഷേ ഈ നൈറ്റിനെ കൊണ്ട് എങ്ങനെ ഫോണെടുക്കാം? ഐഡിയ കിട്ടണില്ലല്ലോ. ഇവിടുക്കെത്തണം അല്ലെങ്കിൽ ഇവിടുക്കെത്തണം. ഈ താടി എന്തൊക്കെയാണ് കാട്ടണം? അതാ, ഇതൊരു ഫ്രീ സാധനമല്ലേ? ഫ്രീ അല്ലേ? ഇവനവിടെ ഒന്നും പറയാൻ പറ്റില്ല. ചെറുക്കും കളിയാണ്. ചെറുക്കൻ എന്തൊക്കെ പ്ലാൻ ചെയ്തിരിക്കണം. അപ്പോൾ എന്തെങ്കിലും പ്ലാൻ ഉണ്ടാവും. എന്തായാലും കുഴപ്പമില്ല, നമ്മളെന്തായാലും തോറ്റിരിക്കല്ലേ. അവൻ്റെ പോക്കാണ് ശരിയല്ലല്ലോ. ചെക്ക് മേറ്റിന് വേണ്ടി നല്ല ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അത്ര ഈസി ആക്കിയാണ് കൊടുക്കാൻ പറ്റുമോ? ഈ കാടായ എണീറ്റ് കിരീറ്റങ്ങളൊന്നും അറക്കണം. എങ്ങനെ ഇപ്പോൾ നല്ലൊരു മൂവ് വേണ്ടേ? നമുക്ക് ക്വീനിനെ ട്രേഡ് ചെയ്യാൻ നോക്കാം. അവൻ ട്രേഡ് ചെയ്യാൻ സമ്മതിച്ചാൽ നല്ല സാധ്യത കുറവാണ്. കാരണം അവൻ്റെ പോയിൻ്റ് പിന്നിലാണ്.
ഞങ്ങൾക്ക് ക്വീനിനെ കൊണ്ട് ചെക്ക്മേറ്റ് ചെയ്യാനൊക്കെ എളുപ്പം. നമുക്ക് ടൈം ഭയങ്കര കുറവായിട്ട് ഇനി കളിക്കലില്ല. ഓപ്പം എങ്ങോട്ടാ മാറ്റാൻ സാധ്യത? ഇങ്ങോട്ട് മാറ്റാം. അതോ എനിക്ക് റുക്കും കൂടിയും കിട്ടൂലേ? ഇത് മോശമായി. നല്ല ഐഡിയ ഉള്ള പ്ലെയർ ആട്ടോ ഞാൻ പറഞ്ഞില്ലേ. എന്നിട്ടാ മൂവിയാ മോശമായി. സമയമില്ല 2:49 ഉള്ളൂ. 2:49 കളിച്ചഞ്ഞി പോണ്ടെടുക്കും. എന്താ കാട്ട ഐഡിയ കിട്ടുന്നില്ലല്ലോ. ഇതുള്ളൂ ഈച്ചകൾ ഇറങ്ങായിട്ടാണ് ഒന്നാമതി. കണ്ടു ഇവയൊക്കെ കളിക്ക് കൊണ്ടുവരാൻ പറ്റണില്ലേ? ടൈം എൻ്റെ ഇപ്പം ഇങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. തടിയനൊക്കെ കൊന്നാണ് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാണ്. ആളിത് എങ്ങോട്ടാണ്? ഞാൻ ഇവിടെ ക്വീനിവിടെ ഉള്ളതിനെ ഓർത്തിട്ടാണ് ഞാൻ ചെയ്തത്. നമുക്ക് വെറുതെ ഒരു സാധനം ഇട്ടെടുത്തു. എടാ ഇവൻ്റെ കിങ്ങിന് ഒരു ചെക്ക് പോലും എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ കൊണ്ടുപോയാലുണ്ട്. പക്ഷെ അവനക്കിത് സിമ്പിളായിട്ട് കാണും കേട്ടോ, അതാ പ്രശ്നം. നല്ലൊരു ഫോർക്കാണ്, പക്ഷെ അവൻ സിമ്പിളായിട്ട് കാണും അത്. ടൈമില്ല നമുക്ക്. ടൈം ഔട്ടായിട്ടെങ്കിലും നമ്മൾ തോൽക്കും. വേഗം ഓൻ ഇതിനെങ്ങോട്ടൊന്ന് വെച്ചിരുന്നെങ്കിൽ എന്തൊരു സുഖമായിരുന്നു. ഞാൻ ഇതുകൊണ്ടാണ് കൊല്ലായിരുന്നു. പക്ഷേ എന്തും കണ്ടില്ല. എന്തേ പോന്? സാധാരണ അങ്ങനെ സാധ്യത അല്ലല്ലോ. സാക്രിഫൈസ് ചെയ്യാനാണോ അവന്? സാക്ക് ചെയ്തിട്ട് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? നമുക്കൊരു റുക്കിനെ കിട്ടുകയാണ്. എന്തിനെ പൊട്ട് പോണല്ലേ നീ? പോടാ സൊണ്ണേ. അതല്ല കൊല്ലാടെ എടുക്കടേനെ. ഞാനൊരു അതിനെടുത്തൂലേ? സാരല്ല, അതൊന്നും നമുക്കൊരു വിഷയമല്ല ഉണ്ണി. നീ ഏത് ലോകത്തെ ജീവിക്കുന്നേ? ടൈമില്ല. ടൈം നെഹി. അറ്റാക്ക് എവറിത്തിങ് ദാറ്റ്സ് നോട്ട് പ്രൊട്ടക്റ്റഡ്. ദാറ്റ്സ് ദ law of physics, law of everything. Get it. ഇത് പ്രൊട്ടക്റ്റഡ് അല്ല. ഓനിൽ ഏതാ പ്രൊട്ടക്റ്റഡ് അല്ലാത്തത്? ഒന്നും പ്രൊട്ടക്റ്റഡ് അല്ല. ഇത് പ്രൊട്ടക്റ്റഡ് അല്ല. ജന്തു എന്താ പെടുത്ത് കണ്ടോ? പ്രൊട്ടക്റ്റഡ് അല്ലാത്തതിന് തന്നെ എടുക്കും, ഉറപ്പാണ്. ഇനി എനിക്ക് ഇതെടുക്കാൻ പറ്റൂല. നീ എന്ത് ചെയ്യടാ? നിൻ്റെ നൈറ്റ് അറ്റാക്കിലാണടാ. ടൈമില്ല, 1 മിനിറ്റ് 11 സെക്കൻഡ്. നമുക്ക് നല്ല ആലോചിച്ചിട്ട് കേട്ടപ്പോൾ ഇതിനെ കൊണ്ടൊരു ചെക്ക് കൊടുക്കാം. ഒരു ചെക്കെങ്കിലും കൊടുക്കണ്ടേ, എന്നാലും ഒരു സമാധാനം. എന്നിട്ട് ചെക്ക് മേറ്റ് ത്രട്ടൻ ചെയ്യാം. അല്ലെങ്കിൽ വേണ്ട. അതിനെ അല്ല, ഇതുകൊണ്ട് ചെക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. ആ ഫോൺ എടുക്കുക. യെസ്. ഞാൻ എന്താ കാട്ടാന്ന് അനുസരിച്ച് കണ്ടോ, എന്തോ അറ്റാക്കി ചെക്ക് മേറ്റിനാണ് സാധ്യത കാണുന്നുണ്ട്. വല്ലാത്ത കഷ്ടം.
ടൈമിലിട്ടു 41 ഉള്ളൂ. ലെറ്റ്സ് ഗോ. ഇനി ഇവിടേക്ക് ഒരു ചെക്ക് കൊടുക്കാം. കാരണം നമ്മളെ ബിഷപ്പ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് നമുക്കൊരു ചെക്ക് കൊടുക്കാം. ഈ റുക്ക് എൻ്റെതാണ്. ഓ ഷിറ്റ് ദിസ് ഗായ്. ഇതെന്തിനാ ഇത്ര പണിയാക്കണമെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അറ്റാക്കിൻ്റെ ഇതൊന്നും ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റിയെന്നെങ്കിൽ അവനക്ക് ആ റുക്കിനെ കിട്ടിയടാ. സെക്കൻഡേ ഉള്ളൂ. 32 സെക്കൻഡ്. ചെങ്ങായി ഇതൊന്നും എടുക്കാൻ സമ്മതിച്ചെന്നില്ലേ. ഇനി വേണ്ടി റുക്കിനെ എടുക്കാതിരുന്നാ മതിയെന്ന് കൊടുക്കുമ്പോൾ. ഒന്ന് വേഗം ഓനക്ക് 33 മിനിറ്റ് 42 സെക്കൻഡോ. എന്തൊരു കഷ്ടം അത്. ഇതൊന്നും അങ്ങോട്ടേ മൂവ് ചെയ്യട്ടടാ പ്ലീസ്. അടാ അത് എടുത്താൽ ഞാൻ പോയിട്ടോടാ. അവൻ എന്തേലുമൊക്കെ കാട്ടട്ടെ. വാങ്ങാത്തൊരു ചെക്ക്മേറ്റ്. എങ്ങനെ എടാ കുട്ടി, ഇതാ എൻ്റെ പ്രശ്നം. എനിക്ക് തന്നെ അറിയില്ല ഞാൻ ചെക്ക്മേറ്റ് ആക്കണ്ടെന്ന്.